ഏറെ പ്രാധാന്യമേറിയ മറ്റൊരു ഞായറാഴ്ചയിലാണ് ഇന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിൽ ആരാധനയിൽ സംബന്ധിക്കുവാൻ ദൈവമായ കർത്താവ് ബലഹീനനായ എന്നെയും നിങ്ങളെയും അനുവദിക്കുന്നത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ള സ്വർഗീയ സമാധാന ആശംസ നമുക്ക് പരസ്പരം നേരാം. നമുക്കറിയാം, ജനന പെരുന്നാൾ, എൽദോ പെരുന്നാൾ കഴിഞ്ഞാൽ കൃത്യം ഒരു ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ സെക്കുലർ കലണ്ടറിൽ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം പ്രത്യേകമായിട്ട് ഓർക്കണം, നമ്മുടെ ആരാധനാ വർഷത്തിന്റെ കലണ്ടർ ആരംഭിക്കുന്നത് പുതശിത്തോ ഞായറാഴ്ചകളാണ്. എന്നാൽ we are all up to a great extent part of our secular world. അതുകൊണ്ട് 2025 അവസാനിക്കുന്നു, 26 ആരംഭിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസിന്റെ ആഘോഷങ്ങൾ കഴിയുമ്പോൾ 26-ാം തീയതി മാതാവിന്റെ പുകഴ്ച പെരുന്നാളും 27-ാം തീയതി നമ്മുടെ കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ മരണം വരിച്ച സഹദേവന്മാരുടെ പൊതു ഓർമ്മയും ശിശു സഹദേവന്മാരുടെ ഓർമ്മയും ഒക്കെ നടത്തുമ്പോൾ നാം ഓർക്കേണ്ടുന്നത്, ഈ പോകുന്ന വർഷം നമുക്ക് ലഭിച്ച നന്മകൾ, നമുക്ക് ഉണ്ടായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള വിമോചനങ്ങൾ, നമ്മുടെ രോഗസൗഖ്യം, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും മാനസിക പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ലഭിച്ചിട്ടുള്ള മുക്തി, ഇതെല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദിയോടെ തലകുനിക്കുവാൻ ഈ ദിവസങ്ങൾ നമുക്കിടയാകണം. നമ്മുടെ പ്രശ്നങ്ങൾ പരാതികളായിട്ടല്ല, അപേക്ഷകളായി ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ദൈവമേ, എൻ്റെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്, നിന്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ടിടയാകണം. ഒപ്പം തന്നെ പുതിയ പ്രതീക്ഷകളോടെ, പുതിയ തീരുമാനങ്ങളോടെ പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യുവാൻ നാം പ്രത്യേകമായി ഒരുങ്ങുകയും വേണം. എൽദോ പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയിലെ വിശുദ്ധ ഏവൻഗേലിയോൻ വളരെ പ്രാധാന്യമർഹിക്കുന്ന, നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വേദഭാഗമാണ്. അവിടെ നാം കാണുന്നത്, മിസ്രൈമിൽ നിന്ന് തിരികെ എത്തിയ 12 വയസ്സുള്ള ബാലനായ യേശുവിനെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഏവൻഗേലിയോന്റെയോ ലേഖന വായനയുടെയോ പഴയ നിയമ വായനയുടെയോ ഒക്കെ ഇന്ന പുസ്തകം എന്ന് മാത്രമേ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ പറയുകയുള്ളൂ. 2-ാം അധ്യായം 8-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ അത് പറയുന്ന പാരമ്പര്യം ഓർത്തഡോക്സ് സഭയുടെ അല്ല. ചില സഭകളിലുണ്ട്. ഇപ്പോൾ 1-ാം പാഠം അതിൻ്റെത് മുതൽ ഇന്നതുവരെ നമ്മൾ ആരാധനയിൽ ഉപയോഗിക്കുമ്പോൾ, പ്രസംഗത്തിന് ഇത് പറയാം, അതുകൊണ്ടാണ് പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്, ആരാധനയിൽ ഉപയോഗിക്കുമ്പോൾ പൗലൂസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അഥവാ 2-ാം ലേഖനം, ബാക്കി ആവശ്യമുള്ളവരത് വീട്ടിൽ പോയി ആ വാക്യം കണ്ടുപിടിച്ച് ഒന്നുകൂടെ വായിച്ചോളൂ. മാത്രവുമല്ല, ലക്ഷണറി തലേ ദിവസം വൈകിട്ട് തന്നെ വായിക്കുന്ന ഭാഗങ്ങൾ എന്താണ് എന്ന് വീട്ടിൽ നിന്ന് ഒരാവർത്തി വായിച്ച് ദേവാലയത്തിൽ വരണമെന്നാണ് നമ്മുടെ പിതാക്കന്മാർ മാത്രമല്ല
എൻ്റെ ഉൾപ്പെടെ മാതാപിതാക്കൾ പഠിപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് മറ്റൊരു പരിപാടിയില്ല, ഞായറാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ആ നല്ല കാലമൊക്കെ കഴിഞ്ഞുപോയി എന്ന് അറിയാഞ്ഞിട്ടല്ല, എന്നാൽ അവിടെ ഇന്ന അധ്യായം ഇന്ന വാക്യം എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ ഒരു പൗരസ്ത്യ പാരമ്പര്യത്തിലില്ല എന്ന് ഒന്ന് ഓർപ്പിക്കുകയാണ്. പ്രസംഗ സമയത്ത് അതൊക്കെ പറയാം. ഇന്ന് വായിച്ചു കേട്ട ഭാഗം 2-ാം അധ്യായം 40 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാന ചിന്ത ഇതാണ്: പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. ഇത് യേശുവിൻ്റെ മാത്രം അനുഭവമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപയുണ്ട്, ആത്മജ്ഞാനമുണ്ട്. പക്ഷേ ദൈവകൃപയിലും ആത്മജ്ഞാനത്തിലും അവരെ വളർത്തുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നാം എത്രമാത്രം ചെയ്യുന്നുണ്ട് എന്നൊരു ചോദ്യം സ്വയം ചോദിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്. വേദപുസ്തകം വായിക്കണം മോനെ, സങ്കീർത്തനം വായിക്കണം, പ്രാർത്ഥിക്കണം. ഇതൊക്കെ പറയുന്നവരുടെ എണ്ണം കുറയുകയാണ്. ഇത് പറഞ്ഞാൽ അത് ഏതാണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ജനിക്കേണ്ടവരായിരുന്നു, നൂറ്റാണ്ട് തെറ്റി ജനിച്ചവരാണ് എന്നൊക്കെ വിചാരിക്കുമെന്നാണ് വിചാരം. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളിൽ പലരും വല്ലാതെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇവൻ പൈതൽ ആത്മാവിൽ ബലപ്പെട്ട് വളർന്നു. അപ്പോഴാണ് ഒരു ബന്ധുമിത്രാദികളൊക്കെ എല്ലാ വർഷവും യെരുശലേമിൽ പോകും. 12 വയസ്സുള്ള കുഞ്ഞിനെയും കൂട്ടി അവൻ്റെ മാതാപിതാക്കൾ, സംരക്ഷകൻ വളർത്തച്ഛൻ ആണ് യൗസേപ്പ്, അമ്മ മറിയം, ദേവാലയത്തിൽ പോയി കാഴ്ചയൊക്കെ അർപ്പിച്ച് തിരിച്ചു പോരുമ്പോൾ മകനെ കാണുന്നില്ല. അന്വേഷിച്ച് തിരിച്ച് ചെന്നപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവൻ ഉപദേഷ്ടാക്കളുടെ നടുവിലിരുന്ന് അവരിൽ നിന്ന് കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവരെല്ലാം അവൻ്റെ ജ്ഞാനത്തെയും വചനങ്ങളെയും കുറിച്ച് വിസ്മയിച്ചു. മാതാപിതാക്കൾ അവനെ അത് കണ്ട് അവരും വിസ്മയിച്ചു. 12 വയസ്സുള്ള ബാലൻ അതിമനോഹരമായി വേദശാസ്ത്ര ദർശനങ്ങളെക്കുറിച്ച് യഹൂദ പണ്ഡിതന്മാരോട് തർക്കിക്കുന്ന ചിത്രം. എന്താണത് കാണിക്കുന്നത്? ദൈവപുത്രൻ അവരെ പഠിപ്പിക്കുകയാണ്. അവരിതുവരെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും പല വ്യാഖ്യാനങ്ങളുമാണ് അവനിൽ നിന്ന് കേൾക്കുന്നത്. മറ്റ് സുവിശേഷകരും ഇത് പറയുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, ഇവൻ ഇത്ര ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? ഇത് നമ്മുടെ റാബിമാരാരും പഠിപ്പിക്കുന്നത് കേട്ടിട്ടില്ലല്ലോ എന്ന്. ഇവിടെ ഞാൻ ഒരു ഗ്രന്ഥകർത്താവിനെ ഓർക്കുകയാണ്. അദ്ദേഹം ജീസസ് ലിവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ എല്ലാ ഭാഗങ്ങളൊന്നും നമുക്ക് വിശ്വസിക്കാൻ ഒന്നും പറ്റുകയില്ല. പക്ഷെ ചില നിഗമനങ്ങൾ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാന്ദർഭികമായിട്ട് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ എനിക്ക് ഓർക്കാൻ ഒക്കുന്നില്ല. ഓർക്കുകയാണെങ്കിൽ പറയാം. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇവിടെ നാം കൂട്ടി വായിക്കേണ്ടത്, ഈ മകനെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോയി. ദീർഘകാലം അവർ ഈജിപ്തിൽ താമസിച്ചു. അതിനുശേഷമാണ് നസ്രയത്തിൽ വന്ന് പാർക്കുന്നത്. ഈജിപ്തിൽ താമസിച്ച സമയത്ത് ഈജിപ്തിലെ അലക്സാന്ദ്രിയയിലെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് സ്ഥാപിച്ചിട്ടുള്ള മതസംവാദ സെന്ററുകൾ ഉണ്ടായിരുന്നു. അവിടെ ബുദ്ധമതവും ജൈനമതവും മറ്റ് പൗരസ്ത്യ മതങ്ങളുമൊക്കെ അവരുടെ സന്യാസ ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ തെളിവുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ നിഗമനം, അവിടെ അവരോട് തർക്കിച്ചുകൊണ്ട് പൗരസ്ത്യ തർക്കശാസ്ത്രം
അദ്ദേഹം പഠിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ദൈവീകമായി തൻ്റെ അറിവിനെ അവർക്ക് പകർന്നു കൊടുക്കുവാനും അവരുമായിട്ടുള്ള സംവാദത്തിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും അത് യഹൂദന്മാരെ പഠിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ടാകാം എന്ന് ചില ആളുകൾ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും വിസ്മയനീയമായ വിധത്തിൽ യഹൂദന്മാർ അതുവരെ കേട്ടിട്ടില്ലാത്ത അത്ഭുതമേറിയ കാര്യങ്ങൾ അവൻ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് മാതാപിതാക്കൾ വന്നിട്ട്, മോനെ എന്ത് പണിയാ കാണിച്ചേ, നീ എന്താ എവിടെ ഇരിക്കുന്നേ? അപ്പോൾ അവരോട് ചോദിക്കുന്ന മറുപടി ഏറെ രസകരമാണ്. എൻ്റെ പിതാവിൻ്റെ ആ ഭവനത്തിൽ ഞാൻ വസിക്കേണ്ടതല്ലേ? നിങ്ങൾ എനിക്ക് സാങ്കേതികമായി അമ്മയാണ്, അപ്പനാണ്, ഒക്കെയാണ്. എന്നാൽ ഐ ആം അൾട്ടിമേറ്റ്ലി ദ സൺ ഓഫ് ദ ക്രിയേറ്റഡ് ഫാദർ. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലാണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്ന് പഠിപ്പിക്കുക, ശുശ്രൂഷിക്കുക, അനേകരെ സഹായിക്കുക. ഇവിടെ ഈ യെരുശലേമിൽ വെച്ച് ഞാൻ ത്യാഗമായി തീരുക, ഇതെന്റെ ദൗത്യമാണ്. ഇന്നലെ തിരുമാല ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ചിലർ ചോദിച്ചു, എന്തിനാണ് അവിടെ തീയിടുന്നത്? പ്രത്യേകിച്ച് ഞങ്ങളുടെ കുന്നംകുളം പാരമ്പര്യത്തിൽ ഒരു മനുഷ്യരൂപം പോലെ, അഥവാ നമ്മൾ നോക്കുമ്പോൾ ഒരു കുരിശാകൃതിയാണ് കുരുത്തോലകൾ കൊണ്ട് കെട്ടിവെച്ചിട്ട് അതാണ് ദഹിക്കുന്നത്. അപ്പൊ ചിലർ ചോദിച്ചത്, കുരിശിനെ എന്തിനാ കത്തിക്കുന്നത്? ഞാൻ പറഞ്ഞു കൊടുത്തു, ഇത് കുരിശിനെ അല്ല, മനുഷ്യരൂപമാണ് പ്രകാശിക്കുന്നത്. ബത്ലഹേമിൽ കണ്ട ശിശു ഗോകുൽത്തായിൽ നമുക്ക് വേണ്ടി സമ്പൂർണമായി ത്യാഗമായി തീരുവാനുള്ളതാണ്. അവന്റെ പ്രകാശം, അവന്റെ ദഹനം, അതിൽ നിന്നാണ് നാം വെളിച്ചം കാണുന്നത്. ദഹനം എന്ന പദവും ദൻഹോ, ഉദയം എന്ന പദവും വളരെ അടുത്ത് നിൽക്കുന്ന ഒരേ ആശയമുള്ള പൗരസ്ത്യ പദങ്ങളാണ്. ഭാരതീയവും ഒന്ന് അരമായയും. സ്ഥാനഭയത്താൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലയോ എന്നുള്ള യേശുവിൻ്റെ ചോദ്യം നമ്മിലും ആവർത്തിക്കേണ്ടതുണ്ട്. നാം എപ്പോഴും പിതൃഭവനത്തിൽ ആയിരിക്കാൻ, നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്താലും ഏതൊക്കെ സാഹചര്യങ്ങളിൽ വസിച്ചാലും ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്ന ആ തത്വത്തിൽ, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലാണ്, അവിടെയാണ് ഞാൻ വസിക്കുന്നത്, അതിൽ നിന്നാണ് ഞാൻ പ്രാപിക്കുന്നത്, അതിൽ നിന്നാണ് എൻ്റെ ജ്ഞാനാർജനം നടക്കുന്നത് എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. അപ്പോഴാണ് ക്രിസ്തു ജന്മം, ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, ദൈവത്തിൻ്റെ പുത്രാവതാരം ഒരു യാഥാർത്ഥ്യമായി തീരുന്നത് എന്ന് നാം ഓർക്കണം. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ദിവസങ്ങളിൽ ക്രിസ്തുമസിനെ എതിർത്തു എന്നും ക്രിസ്തുമസ് നടത്തുന്നിടത്തൊക്കെ ചില ബഹളങ്ങൾ ഉണ്ടാക്കിയെന്നും അതുകൊണ്ട് ആകെ നമ്മളൊക്കെ പ്രതിസന്ധിയിലായി എന്നുമൊക്കെയുള്ള വിധത്തിൽ അതിൽ കുറേ യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ അതിനെ പർവ്വതീകരിച്ചും ഒക്കെ കുറേ വാർത്തകൾ വരുന്നുണ്ട്. അവിടെ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ഇതാണ്: അങ്ങനെ ആരെങ്കിലും ഒന്നോ രണ്ടോ ക്രിസ്മസ് കൂട് കത്തിക്കുകയോ ക്രിസ്മസ് ട്രീ അതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ കരോൾ സംഘത്തെ വിരോധിക്കുകയോ ഒന്നും ചെയ്തുകൊണ്ടൊന്നും ക്രിസ്തു ജനനമെന്ന യാഥാർത്ഥ്യം ഒരിക്കലും ഇല്ലാതാവുകയില്ല. ചരിത്രത്തിലെ ഒരു സംഭവം, അത് ഭാരതത്തിലല്ല, മുസ്ലിം രാഷ്ട്രങ്ങളിലല്ല, ഏറ്റവും ശക്തമായ അക്കാലത്തെ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലൊന്നായ ഇംഗ്ലണ്ടിൽ 1644 ഉണ്ടായത്. അവിടെ ക്രിസ്തുമസ് രാജദ്രോഹ കുറ്റമായിട്ട് പ്രഖ്യാപിച്ചു. കരോള് നടത്തുക, അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുക, ഇത്
തെറ്റാണ് അങ്ങനെ ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിൽ അടയ്ക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി 1644 ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. ഇത് കാരണം ഇതായിരുന്നു, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, പക്ഷെ പ്യൂരിറ്റാനിക് ക്രിസ്ത്യൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ ഒരു വിടുതൽ പ്രസ്ഥാനമൊക്കെ അതിൽ നിന്ന് വന്നു. അതായത് ഒന്നും ചെയ്യാൻ പാടില്ല, കരഞ്ഞുകൊണ്ടിരിക്കണം, ആഘോഷങ്ങൾ പാടില്ല, വിശുദ്ധ കുർബാനയിൽ പോലും വീഞ്ഞുപയോഗിക്കാൻ പാടില്ല, അതെല്ലാം നമുക്ക് നിഷിദ്ധമാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ഇങ്ങനെയൊന്നും ആഘോഷിക്കാൻ പാടില്ല, ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പരിപാടികൾ ക്രിസ്തു വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിയമമാക്കി അന്നത്തെ ബ്രിട്ടീഷ് പാർലമെന്റ്. ചരിത്രം വായിച്ചാൽ നിങ്ങൾക്കറിയാം. ഏതാണ്ട് 16 വർഷം കഴിഞ്ഞപ്പോൾ ചാൾസ് രണ്ടാമൻ രാജാവ് അധികാരത്തിൽ വന്നപ്പോഴാണ് ക്രിസ്തുമസ് വീണ്ടും അവിടെ ആഘോഷിക്കാൻ തുടങ്ങി. ഞാൻ എന്തിനു സൂചിപ്പിച്ചെന്ന് ചോദിച്ചാൽ, കുറച്ച് കാലത്തേക്കോ അല്ലെങ്കിൽ ആരെങ്കിലും കുടില ബുദ്ധികളായിട്ടുള്ള ആരെങ്കിലും ഒന്ന് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ക്രിസ്മസ് ഇല്ലാതെയാവുകയില്ല. ഒപ്പം തന്നെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഏത് ഉത്സവമായാലും ഏത് സെലിബ്രേഷൻ ആയാലും അതിൻ്റെ പേരിൽ സമൂഹത്തെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇപ്പം എല്ലാവരും ഒരു ചെണ്ടയെടുത്ത് അല്ലെങ്കിൽ ഒരു തകരപ്പാട്ട് എടുത്ത് അതിന് മുകളിൽ 2 അടി അടിച്ച് രാത്രി മുഴുവൻ നടന്ന് എല്ലാ വീട്ടിലും ചെന്ന് കാശ് പിരിക്കുകയാണ്. അത് പള്ളിയിൽ നിന്നോ ഒന്നുമല്ല പലപ്പോഴും പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ക്രിസ്മസ് കരോൾ സംഘങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും വേണം. അത് മറുവശത്ത്. എന്നാൽ ഈ വിധത്തിലൊന്നും ക്രിസ്തുമസിനെയോ ക്രിസ്തുവിനെയോ ഇല്ലാതാക്കാൻ ഒക്കുകയില്ല. കൂട്ടത്തിൽ ഓർപ്പിക്കുവാനുള്ളത്, ഞാൻ ദീർഘകാലം നോർത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്. യേശു ക്രിസ്തുവിനെ ആദരിക്കുന്നവരാണ് അവിടെ ബഹുഭൂരിപക്ഷം പേരും. നോർത്ത് ഇന്ത്യ ആകെ കുഴപ്പമാണ്, ഗുജറാത്ത് ആകെ കുഴപ്പമാണ്. ഇതൊക്കെ കേരളത്തിലെ മാധ്യമ സൃഷ്ടിയും രാഷ്ട്രീയ സൃഷ്ടിയുമാണ്. എന്നെ ഏറെ ആദരിക്കുന്ന ആളുകളാണ്, വൈദികരെ ഏറെ ആദരിക്കുന്ന ആളുകളെയാണ് ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ 1-2 പേരുണ്ടാകാം. അതൊക്കെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് വെച്ച് നാം ആരെയും വിലയിരുത്തരുത്. അവരെല്ലാം നമ്മുടെ കാലിൽ വന്ന് വണങ്ങുന്ന ആളുകളാണ്. നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ക്രിസ്മസ് ദിവസം ആയിരക്കണക്കിന് ആളുകൾ വന്ന് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ഒക്കെ കാണുകയും ഒപ്പം തന്നെ എല്ലാവർക്കും കേക്ക് കൊടുക്കും. അത് സ്വീകരിച്ച് പ്രാർത്ഥിച്ച് പോകുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. അതുകൊണ്ട് അവരെ എല്ലാം കൂടെ നാം തെറ്റിദ്ധരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുവാനിടയാകരുത്. കഴിഞ്ഞ ആഴ്ചയിൽ മുഴുവൻ ഡൽഹിയിൽ വിവിധ മീറ്റിങ്ങുകളിൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും മറ്റു മതമേലധ്യക്ഷന്മാരെയും വിളിച്ച് ക്രിസ്മസ് പരിപാടികൾ നടത്തി. നമ്മുടെ രാഷ്ട്രപതി ഭവനുമൊക്കെ അതുപോലെ തന്നെ പാർലമെന്റ് ഹൗസുമൊക്കെ നല്ല നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ലൈറ്റുമൊക്കെ തൂക്കി അലങ്കരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചിലരൊക്കെ ചില കാര്യങ്ങൾ ഇവിടെ എങ്ങാണ്ട് കണ്ടു, ഇനി ഗവർണർ ഹൗസിൽ അവധിയില്ലാന്നോ അവിടെ വേറെ എന്തോ ചെയ്യാം, ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് തിരുത്താവുന്നതാണ്. 1 വർഷം കൊണ്ട് ലോകമില്ലാതെയാകുന്നില്ല. 1 വർഷം കൊണ്ട് ഒരു ഭരണകൂടവും നിലനിൽക്കുന്നുമില്ല. ക്രിസ്തുവിനെ എതിർക്കുന്ന ഭരണകൂടങ്ങൾക്കൊന്നും ശാശ്വതമായ നിലനിൽപ്പ് ഇല്ല എന്നും കൂടെ നാം ഓർക്കണം. അതുകൊണ്ട് മാന്യമായ വിധത്തിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനിടയാകണം. അതിൽ ബഹുഭൂരിപക്ഷം പേരും നമ്മെ ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്, മറിച്ചല്ല എന്ന് ഓർക്കണം. ഒപ്പം തന്നെ ദേശീയ സഭാ കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന വിധത്തിൽ ഞാനും CBCIയുടെ അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്ത് പിതാവും ഒക്കെ ചേർന്ന് NUCF എന്ന് പറയുന്ന നാഷണൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഉണ്ട്. ഞങ്ങൾ കൃത്യമായി നടക്കുന്ന കാര്യങ്ങളെ വസ്തുതാപരമായി പഠിച്ച് സർക്കാരിൻ്റെ ചുമതലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേണ്ടതുപോലെ പരിഗണിക്കാമെന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടുള്ളവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ഉപദ്രവിച്ചവരെ അവർ കൃത്യമായി അവരുടെ മേൽ കേസെടുത്തിട്ടുണ്ട്. അല്ലാതെ എല്ലാ അനീതിയും നടക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഈ കാര്യങ്ങളെ വീക്ഷിക്കുകയും നിയമം നമ്മളായിട്ട് കയ്യിലെടുക്കേണ്ട, അതിന് ചുമതലപ്പെട്ടവരുണ്ട്, അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം മഹത്വപ്പെടട്ടെ എന്ന് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുവാൻ ഇടയാവുകയുമാണ് ചെയ്യേണ്ടത് എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തിക്കൊണ്ട് ഈ കുർബാനയുടെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.